പൃഥ്വിരാജ് പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പടരുന്ന മറ്റൊരു വിമർശനമുണ്ട്, മോഹൻലാൽ ഭീരുവാണ്, പൃഥ്വിരാജ് ധൈര്യവാനാണ് എന്ന്. അപ്പോൾ അതും മാറ്റിയെടുക്കേണ്ടത് പൃഥ്വിരാജിന്റെ ചുമതലയാണ് അല്ലേ ശ്രീ ഫസൽ ഗഫൂർ? ഇങ്ങനെയൊരു പ്രതികരണം പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അതോ മോഹൻലാൽ പറഞ്ഞ കാര്യം പൃഥ്വിരാജ് ഷെയർ ചെയ്തതോടുകൂടി കാര്യങ്ങൾ അവസാനിച്ചു എന്നാണോ? അല്ല, ഞാൻ ഫിലിം നിങ്ങളെ അറിയാത്തൊരു കാര്യം പറയാം. ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, ചിലപ്പോൾ അറിയാത്തത് കൊണ്ടാണ്. അപ്പോ ഞാൻ സിനിമ തിയേറ്ററുകളൊക്കെ തുടങ്ങിയിട്ട് 35 കൊല്ലമായി. സിനിമ എന്താണെന്ന് നല്ലോണം അറിയാം. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ 1 ഡയറക്ടർ ആണെങ്കിൽ അതോട് തുല്യമായിട്ട് നിൽക്കുന്നതാണ് പ്രൊഡ്യൂസർ. കാരണം പ്രൊഡ്യൂസർ പണം കൊടുക്കുകയാണ്, പടത്തിന് ഷൂട്ടിംഗ് നിർത്തി വെക്കുക. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാനെന്താ ലൈൻ പ്രൊഡ്യൂസറെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അങ്ങനെയൊന്നുമല്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് മോഹൻലാലിന്റെ സിനിമയാണ്. ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണെന്ന് കൂട്ടിക്കോ, അത്ര കൂട്ടി വെച്ചോ. FRONT അല്ലെങ്കിൽ FRINT ഒന്ന് കൂട്ടാം നമുക്ക്. അവര് ഒരു സിനിമ കൊല്ലക്കാലം ഞങ്ങൾ എത്ര ഡിസ്ട്രിബ്യൂഷൻ, ഞാൻ മോഹൻലാലിന്റെ സകല പടങ്ങളും കളിച്ചിട്ടുള്ള ആളാണ്. ആ പടങ്ങളെല്ലാം ഡീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലാലായിട്ടാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പടം തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. നിങ്ങൾ പറയുന്നത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തിയേറ്ററിൽ, എല്ലാ തിയേറ്ററിലും ഈ 5 ദിവസമായിട്ട് കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഇപ്പൊ തിങ്കളാഴ്ച എന്ത് നിങ്ങൾ പറഞ്ഞാലും അത് ഞാൻ എന്റെ തിയേറ്റർ ഒന്ന് പറവൂരിലാണ് നിൽക്കുന്നത്. ഒരു തികച്ചും ഹിന്ദു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അത്. അവിടെ യാതൊരു തർക്കവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. മോഹൻലാൽ ഫാൻസും തമ്മിൽ തല്ലെടുത്തില്ല, പൃഥ്വിരാജ് ഫാൻസും തമ്മിൽ തല്ലെടുത്തില്ല. മാത്രമല്ല ഇവരെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. എന്താ പറയുക, മോഹൻലാൽ വലിയ സെറ്റ് ബാക്ക് ഫേസ് ചെയ്തിട്ടുണ്ട് കാലഘട്ടമാണ്. വലിയ വൻ പടങ്ങളൊക്കെ പൊട്ടി നിൽക്കുന്ന മരക്കാർ തൊട്ടിട്ട് മറ്റേ പടം എന്താണ് പല്ലിശ്ശേരിയുടെ പടമൊക്കെ അടക്കം പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും അദ്ദേഹം വിജയിക്കണമെന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രി ഒന്നടക്കം പ്രാർത്ഥിക്കുകയാണ്. ഈ ഫിലിം എമ്പുരാൻ പ്രാർത്ഥിക്കണമെന്ന് ശരിക്കും വിചാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇതിന്റെ സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കൂല. അത് ഇതിന്റെ റഷസ് കണ്ടിട്ടില്ല, ഞാൻ യോജിക്കൂല. അദ്ദേഹം ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ടില്ല, ഞാൻ യോജിക്കൂല. അപ്പൊ അദ്ദേഹത്തിന്റെ ടീം അദ്ദേഹത്തിന് അറിയാം, പൃഥ്വിരാജിനും അറിയാം, ആന്റണിക്കും അറിയാം. ചിലപ്പോ ഗോകുലം ഗോപാലിനെ പറയുന്നില്ല, കാരണം അദ്ദേഹം അവസാനം ഉത്തരവൊന്നും ലൈക്ക സുഭാസ്കറിനും അദ്ദേഹത്തിന്റെ ടീം എന്താണെന്നുള്ളത്. അപ്പൊ ആ ടീമിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഈ തർക്കം വരുന്നത്. ആ തർക്കം കാണിച്ചാൽ നമുക്ക് ആ തർക്കം എടുത്തപ്പോൾ പക്ഷെ കുറച്ചു ദിവസം ഞാനിപ്പോ യൂറോപ്പിൽ ഇന്നലെ രാത്രി വന്നിട്ട് ആദ്യം തന്നെ ഓടിപ്പോയിട്ട് ഈ സിനിമ കാണുക ചെയ്തത് കട്ട് വരുന്നതിന് മുമ്പായിട്ട്. അപ്പൊ അതിന്റെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണിച്ചാൽ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പൃഥ്വിരാജാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കൂല. പൃഥ്വിരാജാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന്. അത് സിനിമയെ പറ്റി അറിയാത്തവരാ. അത് സിനിമയിലുള്ള പ്രൊഡ്യൂസേഴ്സ്, ഇപ്പൊ നമ്മൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കാര്യപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്, ഞാൻ ചോദിക്കട്ടെ, അപ്പച്ചൻ മറ്റേ നമ്മുടെ നവോദയ അപ്പച്ചൻ, അല്ലെങ്കിൽ നമ്മുടെ 7 പിക്ചേഴ്സ് അപ്പച്ചൻ, അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ 100 അപ്പച്ചന്മാരാൻ പറയാം, അല്ലെങ്കിൽ നമ്മുടെ സർവൈത്ര അപ്പച്ചൻ, അവരാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. അവർ ഡയറക്ടറെ ഫിക്സ് ചെയ്തതിനു ശേഷം അവരിയ്ക്കും എല്ലാ കാര്യത്തിലും. അപ്പൊ അവർക്ക് ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ലല്ല, ഇതിലൊന്നും അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഗോകുലം ഗോപാലനാണോ ഇതെല്ലാം തീരുമാനിക്കുന്നത്? ഗോകുലം ഗോപാലൻ ലാസ്റ്റിൽ വന്നല്ലേ, എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം വന്ന. ഗോകുലം ഗോപാലൻ എനിക്ക് വന്ന ഫിനാൻഷ്യലായിട്ട് മാത്രം വന്നതാണ്. ഇദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ടൊന്നുമില്ല. അതിന്റെ ഭാഗം ആദ്യഘട്ടത്തിൽ 2 പ്രൊഡ്യൂസറുണ്ടായിരുന്നു, ആന്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ ലാൽ, പിന്നെ നമ്മുടെ സുഭാസ്കരൻ ലേഖ പ്രൊഡക്ഷൻസിന്റെ. അപ്പൊ അവര് വന്നിട്ട് ഇവിടെ ഒരാളുടെ മുകളിൽ ഇതിടുന്നതിലാണ്. പക്ഷെ ഡോക്ടർ ഫസൽ ഗഫൂർ, ഇക്കാര്യത്തിൽ അല്ല, ഈ പ്രൊമോഷന്റെ കാര്യത്തിലും എല്ലാത്തിലും വാചാലനായിരുന്ന ശ്രീ പൃഥ്വിരാജ് പൊടുന്നതിന് ഈ പ്രമേയത്തിന്റെ കാര്യത്തിൽ നിസ്സാരമായ ഒരു ആരോപണമല്ല വന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മോഹൻലാൽ ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. എന്നിട്ടും ഈ പൃഥ്വിരാജാണ് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോഴും മൗനത്തിൽ ഒളിക്കുന്നതാണോ ശരി? അത് ക്ലിയർ ചെയ്യേണ്ട ചുമതല അദ്ദേഹത്തിനല്ലേ ഉള്ളത്? അല്ല, അദ്ദേഹത്തിന്റെ അമ്മ മല്ലിക സുകുമാരൻ വന്ന് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന്. അതാണോ വേണ്ടത്? അതായത് അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്താനായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ശ്രമങ്ങളൊന്നും എന്തൊറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്? അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ ഇവിടെ ഇടതുപക്ഷം നൽകുന്നുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയമുള്ളവർ നൽകുന്നുണ്ട്. ഉണ്ട്, കേൾക്കുക. അതല്ല പറഞ്ഞത്, ഇടതുപക്ഷം അപ്പുറത്ത് വെക്കുന്ന വലത്തുവശത്തൊക്കെ ഇവർക്കൊക്കെ പേടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പക്ഷം പിടിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഇവിടെ അങ്ങനെ സിനിമ ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയൊരു സിനിമ, ഇത് വലിയ റിസ്ക് കിടക്കുകയാണ്. അപ്പൊ ചിലപ്പോ വെച്ചാൽ ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിക്കാൻ ഈ സീനുകൾ ഒഴിവാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കൊണറ്റേഷൻസ് അതിനെന്താണെന്നുള്ള ഇതിന്റെ ഗോതറയായിട്ടുള്ള ബന്ധമോ
അല്ലെങ്കിൽ ബജറംഗായിട്ടുള്ള ബന്ധമോ ആ ബന്ധമൊക്കെ നമ്മൾ ഒഴിവാക്കിയതെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം ആയിരിക്കാം എന്ന് വെച്ചാൽ നമുക്ക് അംഗീകരിക്കാം. കാരണം പക്ഷെ അത് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോ ആ രീതിയിൽ എന്താണ്, ഇതൊരു റിവെഞ്ച് തീമാണ്, ഒരു പൊളിറ്റിക്കൽ തീമോ ഒരു റിവെഞ്ച് തീമും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ റിവെഞ്ചിന് ഒരു കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഗോദ്രയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു തെരഞ്ഞെടുത്തിരിക്കുന്ന വില്ലൻ എന്ന് നരോദ പട്ടേൽ വില്ലനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കോടതി തന്നെ അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതും എന്ത് കാരണം കൊണ്ട് തടവിൽ ശിക്ഷിച്ചു എന്നുള്ള ഒരു തീം മുരളി ഗോപി എടുത്തിരിക്കുകയാണ്. ഇതേമാതിരി തന്നെ തീമല്ല ഇതിനു മുമ്പ് ടി ദാമോദരൻ എടുത്തിട്ടുള്ളത്. ഇതുമാതിരിയുള്ള തീമല്ല നമ്മുടെ മറ്റേ ഷാജി കൈലാസും മറ്റേ കൂട്ടുകെട്ട് വന്നപ്പോ അവരെടുത്തിട്ടുള്ള അവരെല്ലാം ഈ പൊളിറ്റിക്കൽ തീമിൽ എടുക്കുമ്പോൾ അവർ പൊളിറ്റിക്കലായിട്ട് ഞാൻ എത്രയോ സിനിമകൾ ഞാൻ പറഞ്ഞുതരാം. ആ സിനിമകളിലൊക്കെ ചിലപ്പോൾ വില്ലന്മാരായിട്ട് ചിലപ്പോൾ കുഞ്ഞാലിക്കുട്ടീനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന സീനുകളൊക്കെ ഉണ്ടായി. ഏത് സിനിമ എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. രഞ്ജി പണിക്കരാണ് എഴുതിയിട്ടുള്ളത്. അതേമാതിരി രഞ്ജിത്ത് എഴുതിയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുള്ള സിനിമകളൊക്കെ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഇതൊരു വലിയ ബൃഹത്തായ ഒരു സിനിമ അങ്ങോട്ട് വന്നപ്പോ മൊത്തം ഇൻഡസ്ട്രി ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറവൂര് പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ നോമ്പുകാരാണ്, ഇനി ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ആൾക്കാരാണ് കയറുന്നതെന്ന് പറയാൻ പറ്റൂല പൂർണ്ണമായിട്ട്. അതായത് നിങ്ങൾ വിശ്വസിക്കൂല, മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ഇത്ര കളക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയില്ല. നമ്മൾ ആനന്ദിക്കുന്നു. നമ്മൾ എന്തിനാനന്ദിക്കുന്നു? മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മലയാള സിനിമക്ക് കുറച്ചും കൂടെ ഓക്സിജന്റെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാലോ, പ്രൊഡ്യൂസർ അസോസിയേഷൻ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു, പടത്തിന്റെ കോസ്റ്റ് കൂടിയെന്ന് പറഞ്ഞിട്ടുള്ള ആ സമയത്ത് ഈ സിനിമ വരുന്നു. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു പ്രശ്നം എടുത്തിടുമ്പോ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഇപ്പൊ മോഹൻലാലിനായിട്ടും മോഹൻലാലിന്റെ അഭിപ്രായം എന്തായിട്ടുണ്ടാവും, മിസ്റ്റർ പൃഥ്വിരാജൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിട്ടുണ്ടാവും. രണ്ടുപേരും കൂടെ ചാടിച്ച് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജ് ഇപ്പോൾ വാ തുറക്കേണ്ട എന്നാണ് താങ്കളുടെ നിലപാട് അല്ലേ? അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് അല്ലേ? അല്ല അങ്ങനെയല്ല. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, മല്ലിക അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നു. അപ്പൊ മല്ലികനെ ചീത്ത പറഞ്ഞുകൊണ്ട് മല്ലിക അങ്ങനെ അദ്ദേഹത്തിന് ആദ്യത്തെ ബന്ധം മനസ്സിലായില്ലേ, ജഗതി മറ്റേ ബന്ധം ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു അമ്മ എന്നൾക്കും ആ മല്ലികയാണുള്ളവരൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമില്ല. അവരെ ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ മല്ലികയുടെ അഭിപ്രായം പറഞ്ഞു. മല്ലികയുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മാതാവ് എന്നോളക്കും നടി എന്നോളക്കും അമ്മയുടെ മെമ്പർ എന്നുള്ള ആൾക്കൊക്കെ അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിലിപ്പോ നമ്മങ്ങനെ കുറ്റപ്പെടുത്തും. അവരുടെ അഭിപ്രായം പൃഥ്വിരാജിന്റെ അഭിപ്രായം തന്നെയായിരുന്നു. അല്ലെ പൃഥ്വിരാജ് പറഞ്ഞിട്ട് അമ്മക്ക് തോന്നി പറഞ്ഞാൽ